ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഉള്ളിവടയാണ്. അതിനുവേണ്ടി 3 സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പച്ചമുളക് പിള്ളേർക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനത് ഉപയോഗിച്ചില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യുന്നുള്ളത് നോക്കാം. അന്നേരം ഇതേ രീതിയാണ് അരിഞ്ഞെടുത്ത് വന്നിട്ടുള്ളത്. കനം കുറച്ച് വേണം നമ്മൾ അരിയാൻ കേട്ടോ. അതിനുശേഷം കുറച്ച് ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുത്തായിരുന്നു. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരം ഇതേ രീതിയിൽ നമുക്ക് വെച്ചേക്കാം. അതിന് നമുക്ക് ഇതിനകത്തുള്ള വെള്ളമെല്ലാം ഒന്ന് പിഴിഞ്ഞെടുക്കാം. അതിനുശേഷം നമ്മൾ കുറച്ച് കറിവേപ്പിലയും അതുപോലെ ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് പെരുംജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് പെരുംജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം കുറച്ച് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അന്നേരം നമ്മൾ 3 ടേബിൾ സ്പൂൺ കടലമാവും 3 ടേബിൾ സ്പൂൺ മൈദ മാവാണ് നമ്മൾ ഇടുന്നത്. എന്നിട്ട് ഇത് നന്നായി ഇളക്കി കൊടുക്കുക. ഞാനിപ്പോൾ ശകലം പോലും വെള്ളം ഇതിനകത്ത് ചേർക്കുന്നില്ല. ഇതിൻ്റെ വെള്ളം ഉണ്ട്, ഉള്ളിയുടെ വെള്ളം ഇതിനകത്തുണ്ട്. നമ്മൾ നേരത്തെ ആണെങ്കിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർക്കാവുന്നതാണ്. അന്നേരം നമുക്ക് കുറച്ച് നേരം ഇത് വെച്ചിരിക്കാം. അന്നേരം നമുക്ക് ഇതേ രീതിയിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം നമ്മൾ എണ്ണ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എണ്ണയിലോട്ടിടാം. അന്നേരം നമ്മളുടെ എണ്ണ നല്ല കണക്ക് തിളച്ച് വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അന്നേരം ഇതുപോലെ നമുക്ക് ചുട്ടെടുത്തിട്ട് വരാം. അന്നേരം ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ ഉള്ളിവട. നല്ല സോഫ്റ്റാണ്. ഞങ്ങളുടെ ചാനൽ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോരുത്തർക്കും നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.